ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റോബിൻ രാധാകൃഷ്ണനെ പറ്റിയാണ് വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു PDF കാര്യം പറഞ്ഞാണ് നിർത്തിയത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനൊരു കൊട്ട പേപ്പറൊക്കെ ആയിട്ട് വരെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതുകൊണ്ട് ഈ ഒരു സാധനം കണ്ടു കാണുമല്ലോ. ഈ പേപ്പർ എല്ലാം കൂടെ ഇവൻ PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവൻ്റെ ഡ്രൈവിനകത്തിട്ട് അതിൻ്റെ ലിങ്ക് എൻ്റെ സ്റ്റോറിയിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ PDF ഞാൻ ഡൗൺലോഡ് ചെയ്തതാണ്. ഏതാണ്ട് ഒരു 133 പേജ് ഉണ്ട്, 21 MB ഉള്ള ഒരു PDF. ഇതിനകത്ത് ഇവന്മാരുടെ ചാറ്റും ഈ ട്രാൻസാക്ഷൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെയാണ്. അതിനകത്ത് ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. കുറച്ച് കാര്യങ്ങൾ ഞാൻ ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് യൂട്യൂബിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ റിമൂവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചേക്കുന്നത്. ഈ ട്രാൻസാക്ഷൻ്റെ സ്ക്രീൻഷോട്ട് ഇവൻ ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് എന്ന തരത്തിൽ ഒരു അലിഗേഷനുമായിട്ട് കഴിഞ്ഞ ദിവസം വേദലക്ഷ്മി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് ഇവനിപ്പോൾ വന്നിട്ടുണ്ട്. അലിഗേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താണ്ടെ മേളിൽ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ, ടു ഫ്രം, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇത് എഡിറ്റഡ് ആണെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, ഒരു 13 മിനിറ്റുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ റോബിന്റെ ചാനലിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. 13 മിനിറ്റുള്ള എക്സ്പ്ലനേഷൻ ആണ്. ഞാൻ ആ വീഡിയോ മുഴുവനും വെക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് റോബിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിൻ്റെ ഒരു മറുപടി റോബിൻ തരുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യം ആ 13 മിനിറ്റുള്ള എക്സ്പ്ലനേഷൻ നിങ്ങളൊന്ന് കാണും, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 15 രാവിലെ 10 മണിയാണ് സമയം. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ടാണ് ഇരുന്നത്. കാരണം വേദലക്ഷ്മി അവിൽദേവ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്യായിരുന്നു. സോ നിങ്ങളെ കള്ളത്തരങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പൊളിച്ചടുക്കി തരാം. ഓക്കെ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, വ്യക്തമായിട്ടുള്ള എവിഡൻസുകൾ ഞാൻ കാണിച്ച് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ കള്ളത്തരം ഞാൻ പൊളിച്ചടുക്കി തരാം. വേദലക്ഷ്മി കഴിഞ്ഞൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ട് ഒരു ജിപേന്റെ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. അത് ഫേക്ക് ആണ്, അത് ക്രിയേറ്റഡ് ആണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ഞാൻ എന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൂടെ പിൻ ചെയ്ത് ഞാൻ ഒരു ഡ്രൈവിലാക്കി ഞാൻ അത് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്ത 1-2 സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ടാണ് അത് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അത് നിങ്ങൾക്ക് അബദ്ധമായിട്ടേ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ളൂ. കാരണം ഇതിൽ വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ആരാണ് ആ ഫണ്ട് തന്നത്, ആ ഫണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നത് ഹരിപ്പാടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ആ കംപ്ലീറ്റ് പ്രവീണുമായിട്ടുള്ള എന്റെ ചാറ്റും അബിൽദേവുമായിട്ട് അത് കഴിഞ്ഞ ട്രാൻസാക്ഷന്റെ ചാറ്റും കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും, ഈച്ച് ആൻഡ് എവറി ചാറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ആ പറഞ്ഞ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഇവര് എന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വരെയോ, ഞാൻ എന്തുകൊണ്ട് ലീഗലി പോയ ധൈര്യമായിട്ട് ഇവർ എന്റെ അടുത്ത് ഈ പറഞ്ഞിടക്ക് ലീഗലി വരെയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ഇതേപോലെ ഒരു സ്ഥലത്തിരുന്ന് പ്രസ് മീറ്റിൽ അങ്ങനെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തങ്ങൾ പൊളിയും. ഒറ്റ കാര്യമാണ്, സീക്രട്ട് ഏജന്റ് വരെ വീഡിയോ ചെയ്യുന്നത് കണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ രാത്രി അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 2 സ്ക്രീൻഷോട്ടും ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഫേക്ക് ആണെന്നുള്ള രീതിയിൽ. അത് അബിലുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷനെ വന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ശരിയാണ്, എനിക്ക് HDFC ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ, പഞ്ചാബ് നാഷണൽ ബാങ്കേ ഉള്ളൂ. പക്ഷേ എന്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ ബ്രദറാണ് ഈ പറഞ്ഞ അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് ജിപേ ചെയ്തു കൊടുത്തതും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്തു കൊടുത്തതും. അതിനുള്ള കംപ്ലീറ്റ് എവിഡൻസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇതെല്ലാം കാണണം. ഇതിലോടുകൂടി നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരം ബോധമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇത് വേദലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ്. ഈ ട്രാൻസാക്ഷൻ, ഈ ജിപേ ട്രാൻസാക്ഷൻ ഫേക്ക് ആണ്, ഇത് ക്രിയേറ്റഡ് ആണെന്നാണ് പുള്ളിക്കാരി അവകാശപ്പെടുന്നത്. ഇതിന്റെ പ്രൊഫൈൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ ഒരു ട്രാൻസാക്ഷനെ പറ്റിയുള്ള സ്റ്റോറി മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ, താണ്ട അതിൽ ഈ പറഞ്ഞ ട്രാൻസാക്ഷനെ പറ്റി അതിൽ പുള്ളിക്കാരി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളെല്ലാവരും വേദലക്ഷ്മിയുടെ ആ ജിപേ ട്രാൻസാക്ഷനെ പറ്റി പറയുന്ന കാര്യങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തത് നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിനെ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് വ്യക്തമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പുറം രാജ്യങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നോട്ടും ചില്ലറ കോയിനെ കൈ കാണുന്നത് ഫുൾ ഗൂഗിൾ പേ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയുള്ള എനിക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. റോബിനെ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എങ്ങനെ വരും? 2 എന്ന് മാത്രമായിരിക്കും, മനസ്സിലായോ? 2 ഫ്രം എന്ന് എവിടെയും വരില്ല. അല്ലെങ്കിൽ ഇത് വരില്ല, 2 ഫ്രം എന്ന് വരില്ല. പിന്നെ മാത്രമല്ല, റോബിൻ രാധാകൃഷ്ണൻ എന്നാണെങ്കിൽ മുകളിൽ F എന്നല്ല 6 എന്നാ വരിക. ഇതുണ്ട്, ഇതിന് മുകളിൽ 6 എന്നാ, ഇത് F എന്നാണ്, മനസ്സിലായില്ലേ? ഇത്
വേറൊരു സ്ക്രീൻഷോട്ട്, ഇത് 1 ലക്ഷം രൂപേന്റെ, ഇത് 75,000 രൂപേന്റെ. ഒന്ന് 1 ലക്ഷത്തിന്റെ ട്രാൻസാക്ഷൻ ആണ്, ഒന്ന് 75,000ത്തിന്റെ ട്രാൻസാക്ഷൻ ആണ്. ഒന്ന് 15 മാർച്ചിന് നടന്നതാണ്, മറ്റത് 13 മാർച്ചിന് നടന്നതാണ്. ഈ 2 സ്ക്രീൻഷോട്ടിലും ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് എഫ്, രണ്ടിലും എഫ് അല്ലേ, എഫ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇതിന്റെ പേര് സായി കൃഷ്ണൻ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ എസ് ആണ് അവിടെ കാണിക്കുക, സ്നേഹ എന്നാണെങ്കിൽ എസ് കാണിക്കുക, അശ്വിൻ എന്നാണെങ്കിൽ എ എന്നാണ് കാണിക്കുക. ടു ഫ്രം റോബിൻ രാധാകൃഷ്ണന് എങ്ങനെ എഫ് കാണിക്കുമ്പോൾ? ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഇനി അതും പോട്ടെ, ഇനി അടിയിലേക്ക് വരുമ്പോൾ അപ്പുറത്തെ ടൂല് കിടക്കുന്നത് അബിൽദേവ് കെ, അടിയിൽ അബിൽദേവ് കെ ആണ് ഇതിൽ ടൂല് കിടക്കുന്നത്. അബിലിനെ വിളിച്ച് ഞാൻ ഈ ഡേറ്റിൽ അബിലിന് പൈസ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അബിൽ പറഞ്ഞു ഈ ഡേറ്റിൽ എനിക്ക് പൈസ വന്നിട്ടില്ല. മനസ്സിലായോ? ഈ ടൈമിൽ എനിക്ക് പൈസ വന്നിട്ടില്ല. പിന്നെ അബിൽദേവിൻ്റെക്ക് പൈസ വരുമ്പോൾ അത് അബിൽദേവിൻ്റെ വൈഫിൻ്റെ പേരാണ് കാണിക്കുക. അബിൽദേവിൻ്റെ ഗൂഗിൾ പേക്ക് പൈസ വരികയാണെങ്കിൽ അതിൽ വൈഫിൻ്റെ പേര് കാണിച്ചിട്ടാണ് ഈ സാധനങ്ങൾ വരിക. അപ്പം അത് പോട്ടെ, ഇനിയിപ്പോൾ ടു അബിൽ എന്ന് കാണിച്ചു, പക്ഷെ ഇവിടെ ടു ഫ്രം മുകളിൽ റോബിൻ രാധാകൃഷ്ണൻ, അടിയിൽ ടു അബിലും, ഫ്രം പ്രവീൺ പി. മനസ്സിലായോ? ഫ്രം വരുന്നത് പ്രവീൺ പി, ടു അടിയിൽ ഫ്രമും ടൂവും വേറെ 2 ആൾക്കാർ, മുകളിൽ വേറെ, മുകളിൽ ടു ഫ്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇത് ഏത് ഗൂഗിൾ പേ? ഇത് ഏത് ഗൂഗിൾ പേ? എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഇത് ഈ സാധനം തന്നെയാണ് ഇന്നലെ ലക്ഷ്മി എടുത്ത് സ്റ്റോറി ഇട്ടത്. ഓക്കെ, ലക്ഷ്മി ഇന്നലെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇന്നലെ രാത്രി കണ്ട പാടെ ഞാൻ ആരെ വിളിച്ച്, അബിൽദേവിനെ വിളിച്ച് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു. നിങ്ങളെല്ലാവരും വ്യക്തമായിട്ട് സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള സായി കൃഷ്ണയുടെ വീഡിയോ കണ്ടല്ലോ. അതിന്റെ അകത്ത് സായി പറയുന്നുണ്ട്, ആ 2 GPay ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് പ്രവീൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് അബിൽദേവിന് ഫണ്ട് പോയിരിക്കുന്നത്. അതിന്റെ അകത്ത് എന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റി അബിൽദേവിന്റെ അടുത്ത് ക്രോസ് ചെക്ക് ചെയ്ത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ല എന്ന് വ്യക്തമായിട്ട് സായി ഇതിൽ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതെടുത്ത് ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മി സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ടേക്കുന്നതും സായി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനിയാണ് ഞാൻ എവിഡൻസുകൾ ഞാൻ കാണിക്കാൻ പോണം. ഇനി ഞാൻ കുറച്ച് സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും ഞാൻ അയച്ചു തരാം. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു. ഇത് ഹരിപ്പാടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടൻ്റെ എൻ്റെ വാട്സാപ്പ് ചാറ്റാണ്. അതിനകത്ത് മാർച്ച് 13 അബിൽദേവിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നുണ്ട്. GPay നമ്പറും കൂടെ എന്തായാലും ഇട്ടേരാ. ഇത് പ്രവീൺ ചേട്ടൻ്റെ വോയിസ് ആണ്, GPay നമ്പറും കൂടെ ആവശ്യപ്പെട്ട്. സോ പുള്ളിക്കാരൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ സ്ലിപ്പാണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണിക്കുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി അബിൽദേവിൻ്റെ അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ചാറ്റാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. മാർച്ച് 13 പുള്ളിക്കാരൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുത്തു. പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ SBI അക്കൗണ്ടിൽ നിന്നും എനിക്ക് വേണ്ടി അബിൽദേവിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് മാർച്ച് 15 അബിൽ എന്നെ വിളിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വന്നിട്ട് പ്രവീൺ ചേട്ടൻ അയച്ചു കൊടുത്തിരിക്കുന്നതാണ്. 2 ലക്ഷം അബിൽദേവ് എന്ന് എഴുതിയിട്ടുണ്ട്, അർജന്റാണെന്ന് എഴുതിയിട്ടുണ്ട്. 75,000 രൂപ പ്രവീൺ ചേട്ടൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിന് 75,000 രൂപ അയച്ചു കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡിൽ കണ്ടിരിക്കുന്നത്. അടുത്തത് 25,000 രൂപ പ്രവീൺ ചേട്ടൻ്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നും ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 25,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ സ്ലിപ്പാണിത്. അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടാ ഞാനിത് അബിലിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അബിലും ഞാനുമായിട്ടുള്ള ചാറ്റിൽ 1 lakh ട്രാൻസ്ഫർ ചെയ്തു. 75,000 + 25,000ത്തിൻ്റെ കാര്യമാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് മാർച്ച് 18 ബുധനാഴ്ച പ്രവീൺ ചേട്ടൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിൻ്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണുന്നത്. അതിൽ മുകളിൽ എൻ്റെ പേരും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചാറ്റ് കണ്ടല്ലോ ഞാനും പ്രവീൺ ചേട്ടനുമായിട്ടുള്ള. അതിൻ്റെ അകത്ത് അബിൽദേവിന് അയച്ചു കൊടുത്തിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അയച്ചിരിക്കുന്നത്. AI ജനറേറ്റഡ് ഒന്നുമല്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അതിൻ്റെ അകത്ത് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഞാനും അബിൽദേവും തമ്മിലുള്ള ചാറ്റിന്റെ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഓക്കെ, താങ്ക് യു. ഇത് ഞാനും അബിൽദേവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻ റെക്കോർഡാണ്. ഇതിൽ മാർച്ച് 12 പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരുന്നു. ഞാനത് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നു. ആ ബെനിഫിഷ്യറി ആഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാർച്ച് 13 പുള്ളിക്കാരൻ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ റെസീപ്റ്റാണ് ഈ കാണുന്നത്. ഓക്കെ,
പുള്ളിക്കാരൻ ICICI ബാങ്കിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ റെസിപ്റ്റ് 1 lakh ട്രാൻസ്ഫർഡ് എന്ന് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രോ കിട്ടിയോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് മെസ്സേജ് ചെയ്തു. പുള്ളിക്കാരൻ നോക്കട്ടെ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 1 lakh ട്രാൻസ്ഫർഡ്, ബാലൻസ് 5 lakhs എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ GPay നമ്പർ ഞാൻ ചോദിക്കുന്നു. ഇത് പ്രവീൺ ചേട്ടൻ അബിൽദേവന് അയച്ചു കൊടുത്ത നിങ്ങൾ കണ്ട ആ ട്രാൻസാക്ഷൻ റെസിപ്റ്റാണ് ഈ കാണുന്നത്. അബിൽദേവന് ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്നു, SBI ബാങ്കിൽ നിന്ന് അയച്ചു കൊടുത്തിരിക്കുന്നത് 1 lakh ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ടോട്ടൽ 2 lakhs. ഇനി പ്രവീൺ ചേട്ടൻ്റെ വോയിസ് 14-ാം തീയതി അബിൽദേവിന് അയച്ചു കൊടുത്ത ഫോർവേഡ് ചെയ്ത് നിങ്ങൾ കേട്ടു നോക്കൂ. അബിൽ ബ്രോ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് തന്നിരുന്നല്ലോ, അപ്പോൾ ഇന്നലെ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളും ട്രാൻസാക്ഷൻ ഒരു ലിമിറ്റ് നമുക്ക് ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഇന്നിനിയിപ്പം ഇന്നത്തെ നടക്കില്ല. അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് നിങ്ങൾ പറഞ്ഞ എമൗണ്ട് ഇട്ട് തരാൻ പറ്റും. നാളെ ഈവനിങ്ങോടുകൂടി 2 ഇട്ട് തരാം. പിന്നെ തിങ്കളാഴ്ച, കാരണം ഇനിയിപ്പം തിങ്കളാഴ്ച ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യിക്കാം. ഇനിയിപ്പം നാളത്തെ ഇനി ക്യാഷ് കൊണ്ട് CDM ഇട്ട് അവിടുന്ന് ഫോർവേഡ് ചെയ്യിക്കാം. അത് 2 അക്കൗണ്ടിൽ നിന്നായിട്ട് 1 വീതം ഇട്ട് തന്ന് 1 ലക്ഷം വീതം ഇട്ട് തരാം. പിന്നെ 2 ലക്ഷം രൂപ നാളെ തരാൻ പറ്റും. ഇത് ഹരിപ്പാടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടൻ്റെ വോയിസ് ആണ് ഞാൻ അബിൽദേവന് ഫോർവേഡ് ചെയ്ത് കൊടുത്തത്. അതിലെല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ്ട 75,000 രൂപ വീണ്ടും പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നും അബിൽദേവന് അയച്ചു കൊടുത്തേക്കേണ്ട ട്രാൻസാക്ഷൻ സ്ലിപ്പ്. ഇത് പ്രവീൺ ചേട്ടൻ്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നും 25,000 രൂപ അബിൽദേവന് അയച്ചു കൊടുത്തേക്കുന്നതിൻ്റെ സ്ലിപ്പ്. ഇപ്പോൾ ഈ 75-ഉം 25-ഉം കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് അബിൽദേവിൻ്റെ GPay നമ്പർ ഞാൻ മേടിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ മാർച്ച് 16-ാം തീയതി ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഓരോ റെസിപ്റ്റും ഞാനത് സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഓക്കെ ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. വേണ്ട 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു, 25,000 രൂപ. ഇതെല്ലാം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അബിൽദേവിന് ആ സമയത്ത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഈ കാണിക്കുന്നത്. ഇത് മാർച്ച് 16-ാം തീയതി നടക്കുന്നതാണ്. ഓക്കെ, ബാലൻസ് 2,10,000 രൂപ. ഞാൻ വീണ്ടും എമൗണ്ട് 1,10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പുള്ളിക്കാരന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിൻ്റെ സ്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അല്ല അതിൻ്റെ റെസിപ്റ്റാണിത്. ഓക്കെ, അപ്പോൾ ബ്രോ 5 lakhs ട്രാൻസ്ഫർഡ്, ബാലൻസ് 1 lakh. ഓക്കെ, 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ബാലൻസ് 1 ലക്ഷം രൂപ എന്നതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് വീണ്ടും കാശിൻ്റെ കാര്യം ചോദിക്കുന്ന അബിൽദേവ്. ഇത് പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാർച്ച് 18-ാം തീയതി പ്രവീൺ ചേട്ടൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിൽദേവിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത വീണ്ടും 1 ലക്ഷം രൂപ. ഓക്കെ, 1 ലക്ഷം രൂപയാണ് ഈ കാണുന്നത്. ഓക്കെ, വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത 1 ലക്ഷം രൂപ. നിങ്ങൾക്ക് എവിഡൻസ് കിട്ടിയല്ലോ. അതിൻ്റെ അകത്ത് ഞാനും അബിൽദേവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ ചേട്ടനും ഞാനും തമ്മിലുള്ള ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രോസ് ചെക്ക് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മി ആ പറഞ്ഞ ട്രാൻസാക്ഷൻ ഫേക്ക് ആണ്, അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ലാതെ AI ജനറേറ്റഡ് ആണെന്ന് പറഞ്ഞ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തത്? രണ്ടാമത്തെ കാര്യം, എനിക്ക് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിന്റെ അടുത്താണ് ഒരു ചോദ്യം ചോദിക്കേണ്ടത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ നമ്പർ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ബ്രോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിച്ചോ? ഇല്ലല്ലോ. നീ അവിടെ അബിൽദേവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഫണ്ടേ വന്നിട്ടില്ല, ആ ഡേറ്റിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ലാന്ന് എന്ത് ചെയ്തു നീ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത് പ്രവീൺ ചേട്ടൻ എനിക്ക് വേണ്ടി അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്തതിന്റെ സ്ലിപ്സ് ആണ് ഇതിൽ നിങ്ങൾ കാണുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് സായിയുടെ അടുത്ത് ചോദിക്കേണ്ട ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്തിന്റെ അടിസ്ഥാനത്തിൽ? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടാ നിനക്ക്? ഉളുപ്പ് നിനക്ക് എന്നെ വിളിച്ച് ചോദിച്ചൂടെ? നീ ഒരു പ്രാവശ്യം എന്റെ ചോദിച്ചിരുന്നു ഞാൻ ഈ ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് അയച്ചു തരത്തില്ലേ? പിന്നെ എനിക്ക് അബിൽദേവിന്റെ അടുത്തും വേദലക്ഷ്മിയുടെ അടുത്തും ചോദിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞോണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ തന്നെ ഞാൻ എവിഡൻസ് എന്ത് ചെയ്തു കാണിച്ചില്ലേ? നിങ്ങള് സത്യസന്ധരാണ്, സിൻസിയർ ആണെങ്കിൽ പാലവരട്ടം പോലീസ് സ്റ്റേഷനിൽ വാ. നിങ്ങൾക്ക് കാണിക്കാനുള്ള എവിഡൻസ് നിങ്ങൾ കാണിക്കൂ, എനിക്ക് കാണിക്കാനുള്ള എവിഡൻസ് ഞാൻ കാണിക്കാം. ആരുടെ ഭാഗത്ത ശരി എന്നുള്ളത് സത്യം ചെയ്യിക്കട്ടെ, അത്രേ ഉള്ളൂ. നമുക്ക് നിയമവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ.
എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല? ഞാൻ വരാൻ വില്ലിങ് ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളെ കള്ളം പൊളിഞ്ഞോ? നിങ്ങൾ സ്റ്റോറി ഇട്ടാൽ നിങ്ങളെ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ഫേക്ക് ആണെന്നുള്ള സ്റ്റോറി നിങ്ങൾ പൊളിഞ്ഞോ? ഇതേപോലെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും പൊളിക്കാൻ എന്നെ കൊണ്ട് പറ്റും, മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ നിയമത്തിന്റെ മുന്നിലേ ഞാൻ പോകുന്നുള്ളൂ. ഇതേപോലെ സത്യം പറഞ്ഞ ഈ പറഞ്ഞ എനിക്ക് ചാറ്റ് ഒന്നും എടുത്തിട്ടാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാ. പക്ഷെ ഇതേപോലെ മൊത്തത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ടാ ഞാൻ പറഞ്ഞ. ഇത് കാണുന്ന ഓരോ യൂട്യൂബേഴ്സും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ജെന്യുവൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിലേക്ക് എത്തിക്കുക. താങ്ക് യു. അപ്പം റോബിൻ പറഞ്ഞത് നമ്മൾ വിശ്വസിച്ച് നീ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഈ സ്ക്രീൻഷോട്ട് ഫാബ്രിക്കേറ്റഡ് അല്ല. സ്റ്റിൽ ഈ സ്ക്രീൻഷോട്ടിനകത്ത് ഇത് ഈ 6 മാറി F എങ്ങനെ വന്നു? റോബിൻ സാധാരണ 6 വരേണ്ടത്. ഈ ഫ്രമും 2 എങ്ങനെ വന്നു? ആ ഒരു മെഡിക്കൽ മിറാക്കിൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ സ്റ്റിൽ റോബിൻ ഇത്രയും തെളിവൊക്കെ കാണിച്ച സ്ഥിതിക്ക് നമ്മളത് വിശ്വസിച്ചു. നീ 1 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. ഓക്കെ, ഇനി റോബിൻ പറയുന്ന മറ്റൊരു വീഡിയോ ഞാൻ വെക്കാം. വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആവശ്യമുള്ള വീഡിയോ എടുത്തിരുന്നു. സോ ഇങ്ങനെ പല കാര്യങ്ങൾ നടന്നു. ഒരുപാട് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എനിക്ക് വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റെമിൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. സോ ഇവൻ പറയുന്നത് പല ആൾക്കാരുടെ അക്കൗണ്ടിലോട്ടാണ് ഇത് അയച്ചു കൊടുത്തേക്കുന്നത്. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധന്യ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലോട്ട്, അഞ്ജലി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലോട്ട്, അത് റെമിൻ എന്ന് പറയുന്ന അക്കൗണ്ടിലോട്ട്, ഇവരുടെ അക്കൗണ്ടിലോട്ടൊക്കെ ഇവൻ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു PDF-നകത്ത് അവരുടെ പേരുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. അബിൽ ദേവ് എന്ന് പറയുന്ന വളരെ കുറവാണ്. അന്നേരം അവരുമായിട്ട് നടത്തിയേക്കുന്ന ഈ ട്രാൻസാക്ഷൻ ഏതാണ്ട് 42 ലക്ഷം രൂപയാണ്. അതായത് 42,53,500 രൂപ. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ ഇതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് ഫേക്ക് കാണിക്കാൻ പറ്റൂല. അതാ ഓക്കെ, സമ്മതിക്കുന്നു. അപ്പം ഇവൻ അവര് പറയുന്ന തുകയെല്ലാം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 69,000 രൂപ കണക്കും പ്രകാരം അവൻ ഇങ്ങോട്ടാണ് കിട്ടാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്. ഇവന്റെ മറ്റേ PDF ഞാൻ മൊത്തം ഞാൻ ഇരുന്ന് കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഓരോ മാസത്തെ കണക്ക് സഹിതം ഇങ്ങനെ എഴുതി വെട്ടിത്തിരുത്തിയൊക്കെ കുറെ എഴുതി. ഇത് കുറെ മനസ്സിലാക്കാൻ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഇരുന്ന് സെപ്റ്റംബറിലെ, ഓഗസ്റ്റിലെ എല്ലാം ഇരുന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അന്നേരം ഇവന്മാർ തമ്മിലുള്ള ഈ ട്രാൻസാക്ഷൻ ഞാനൊന്ന് പറയാം. 2025 ഏപ്രിൽ റോബിൻ നമുക്ക് തന്ന PDF പ്രകാരമുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. 2025 ഏപ്രിൽ 1,66,500 രൂപയാണ് റോബിൻ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. അവൻ മേടിച്ച കണക്കായതുകൊണ്ടാണല്ലോ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് മെയ്യിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് 36,000 മാത്രം. ജൂലൈ വരുമ്പോഴത്തേക്ക് 1 ലക്ഷം രൂപ, 4,60,000 രൂപ. ഓഗസ്റ്റിൽ 15 ലക്ഷം രൂപ അബിൽ ദേവിന്റെ കയ്യിൽ നിന്ന് ഇവൻ ഇങ്ങോട്ട് വാങ്ങി. അതും ആരതിപ്പോഴിയുടെ അക്കൗണ്ടിലോട്ടാണ് പോയേക്കുന്നത്. ഇവന്റെ അക്കൗണ്ടിലോട്ടും പോയിട്ടുണ്ട്. അതുപോലെ ഓഗസ്റ്റിൽ ഇവൻ തിരിച്ച് റീപേ ചെയ്തിട്ടുള്ളത് 50,000 രൂപ മാത്രമാണ്. ഇതെല്ലാം 2025 പറയുന്നത്. പിന്നെ സെപ്റ്റംബറിൽ വന്ന സമയത്ത് 9,87,000 രൂപ റോബിൻ വാങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒക്ടോബർ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 1,25,000 രൂപയാണ് വാങ്ങിയത്. പക്ഷെ 4,25,000 രൂപ ഇവൻ വെച്ച കണക്ക് പ്രകാരം ഇവൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നവംബറിൽ 4.5 ലക്ഷം തിരിച്ചു കൊടുത്തേക്കുന്നു. ഡിസംബറിൽ ഇവൻ 4 ലക്ഷം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6.5 ലക്ഷം തിരിച്ചു കൊടുത്തേക്കുന്നു. അന്നേരം ഇത്രയുമാണ് 2025 നടക്കുന്ന ട്രാൻസാക്ഷൻ. 2026 വരുമ്പോഴത്തേക്ക് ജാനുവരിയിൽ 5,90,000 രൂപ ഇവൻ വാങ്ങി, 2,15,000 തിരിച്ചു കൊടുത്തു. ആൻഡ് അതിനുശേഷം അബിൽ ദേവ് കൊടുത്തിട്ടുണ്ട്. റെമിൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. മാർച്ചിൽ 6 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തേക്കുന്നു. അത് കഴിഞ്ഞ് മെയ്യിൽ ഇവനൊരു 1,30,000 രൂപ റെമിൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് മേടിച്ചിട്ടുണ്ട്. ആൻഡ് 7,80,000 രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഇവൻ പറഞ്ഞ ഈ കണക്കൊരു ടാലി ആവുന്നില്ല. എനിക്ക് ടോട്ടൽ കൂട്ടിയവൻ കിട്ടിയ 41,07,500 ആണ് ഇവൻ വാങ്ങിയത് എന്നും പറഞ്ഞ് കിട്ടിയേക്കുന്നത്. ഇവൻ തിരിച്ചു കൊടുത്തേക്കുന്നത് എന്നും പറഞ്ഞ് ഈ സ്ക്രീൻഷോട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ മെറ്റോറ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 37 ലക്ഷം രൂപ ഉള്ളൂ. 5 ലക്ഷം രൂപ എങ്ങാണ്ട് മിസ്സായി പോയിട്ടുണ്ട്. അതെവിടെയാണെന്ന് നോ ഐഡിയ. അപ്പൊ ഈ രീതിയിലാണ് ഇവ സംഭവം ചെയ്തേക്കുന്നത്. ഈ കണക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റോബിൻ പറഞ്ഞതെല്ലാം ശരിയാണ്. റോബിൻ മേടിച്ച പൈസ റോബിൻ തിരിച്ചു കൊടുത്തിട്ട് എല്ലാം ശരിയാണ്. പക്ഷേ എനിക്ക് ഡൗട്ട് വന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കാം. ഇവൻ പൈസ മേടിക്കുന്ന സമയത്ത്
വെച്ചിട്ട് ഇവന്മാർ വീഡിയോ എടുത്ത് വെക്കും. അത് റോബിൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത സാധനമാണ്. വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഇത്ര ലക്ഷം രൂപ തരാനുണ്ട്, ഇന്ന ഡേറ്റിൽ ഞാൻ കൊടുക്കും എന്നും പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് വെക്കും. ഞാൻ അതിനകത്ത് ഇവന്മാർ അവസാനം എടുത്ത് വെച്ച ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ഇത് ആദ്യമുള്ള വീഡിയോ ആണ്, ഇത് കഴിഞ്ഞിട്ട് കുറേ വീഡിയോ ഉണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഈ ലാസ്റ്റ് കാറിയിരിക്കുന്ന വീഡിയോ. ഓക്കെ, ഈ വീഡിയോയ്ക്കകത്ത് മെയ്യിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത്, മെയ് 20 കൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ മെയ് 20 കൊടുക്കത്തില്ല. അതിന് പകരം മെയ് 20 ഇവന്മാർ കാറിൽ കയറി നിന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധ വിൽബ്രോ ആണ്. ഇന്ന് മെയ് 18 ആണ്. നോട്ട് ദ പോയിന്റ്, മെയ് 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം അതെ, 20-ാം തീയതി പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. മെയ് 18 45 ലക്ഷമായിരുന്നു കൊടുക്കാനുള്ളത്, 5 ലക്ഷം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി മെയ് 18 വന്ന് പറയുകയാണ്, ഇനി ഞാൻ 40 ലക്ഷം രൂപ അബിൽ ദേവിന് കൊടുക്കാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കുറെ തവണ ഞാൻ അബിൽ രാജ് എന്ന് പറഞ്ഞു. സോറി അബിൽ ദേവ്. ഓക്കെ, 40 ലക്ഷം രൂപ മെയ് 18 വന്ന് പറയാണ് അബിൽ ദേവിന് കൊടുക്കാനുള്ളത്. മെയ് 28-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5-ാം തീയതി അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജൂൺ 15-ാം തീയതി അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. ജൂലൈയിൽ കംപ്ലീറ്റ് എമൗണ്ട് ഫിനിഷ് ചെയ്യുമെന്ന് പറയുന്നത്. ഇവൻ ഈ വെച്ച സ്ക്രീൻഷോട്ടിനകത്ത് ഒന്നിനകത്തും ജൂലൈയിൽ ഇവനൊരു എമൗണ്ട് ഇവന് കൊടുത്തതായിട്ട് കാണുന്നില്ല. എനിക്ക് ആ സ്ക്രീൻഷോട്ട് വെക്കാൻ പറ്റത്തില്ല, നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്, അതുകൊണ്ടാണ്. സോ ജൂലൈക്ക് തൊട്ട് മുമ്പുള്ള മാസത്തിൽ നടന്ന ട്രാൻസാക്ഷൻ ആണ്. മെയ് 7-ന് 1 ലക്ഷം രൂപ ഇവൻ കൊടുത്തു. മെയ് 8-ന് 1 ലക്ഷം രൂപ ഇവന്റെ അക്കൗണ്ടിൽ കൊടുത്ത് കാണിച്ചേക്കുന്നു. നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല അങ്ങോട്ട് തന്നെയാണോ പോയേക്കുന്നത്. കാര്യം അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് കാണിച്ചേക്കുന്നത്. 8-ാം തീയതി 4 ലക്ഷം കൊടുത്തേക്കുന്നു. 8-ാം തീയതി 50,000 കൊടുത്തേക്കുന്നു. പിന്നെ 18-ാം തീയതി റെമിന്റെ അക്കൗണ്ടിൽ 30,000 ഇവനിലോട്ട് വന്നിട്ടുണ്ട്. അതേ 18-ാം തീയതി ഈ 30,000 ഇവർ റീപേ ചെയ്യുന്നുണ്ട്. പിന്നെ 18-ാം തീയതി 1 ലക്ഷം രൂപ റെമിന്റെ അക്കൗണ്ടിൽ നിന്ന് വരുന്നു. 21-ാം തീയതി റെമിന്റെ അക്കൗണ്ടിലോട്ട് ഇവൻ 25,000 അയക്കുന്നു. 22-ാം തീയതി ഇവൻ റെമിന്റെ അക്കൗണ്ടിലോട്ട് 50K അയക്കുന്നു. 22-ാം തീയതി പിന്നെയും ഒരു 25K അയക്കുന്നു. ഈ വീഡിയോ എടുത്തേക്കുന്നത് മെയ് 18. മെയ് 18 കഴിഞ്ഞതിന് ശേഷം ഇത്രയും 21, 22, 23 ഇത്രയും ട്രാൻസാക്ഷൻസ് മാത്രമാണ് നടന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയുന്നുണ്ടല്ലോ ഈ വീഡിയോയ്ക്കകത്ത് 5 ലക്ഷം ജൂലൈ ഇത്രാം തീയതി തരാം, 5 ലക്ഷം അത് കഴിഞ്ഞിട്ട് തരാം, 5 ലക്ഷം തരാം, അങ്ങനെ ജൂലൈ 20-22 ആകുമ്പോഴത്തേക്ക് 40 ലക്ഷം കംപ്ലീറ്റ് ചെയ്യാന്ന്. ആ വീഡിയോ എടുത്തതിന് ശേഷം ഇവൻ വെച്ച സ്ക്രീൻഷോട്ട് പ്രകാരം ഏതാണ്ട് 1 ലക്ഷം രൂപ മാത്രമേ ഇവൻ കൊടുത്തിട്ടുള്ളൂ. 1 ലക്ഷം രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അന്നേരം എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവാത്തത് റോബിൻ ഒന്ന് പറഞ്ഞു തരണം. റോബിൻ തന്നെ വന്ന് പറയുന്നു മെയ് 18-ാം തീയതി ഞാൻ 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അതിനുശേഷം നീ വെച്ച സ്ക്രീൻഷോട്ട് പ്രകാരം നീ 1 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വന്ന് പറയൂടെ, നമ്മളൊരു വീഡിയോക്കകത്ത് വന്ന് പറയൂടെ അവൻ ഇത്രയും പൈസ കൊടുക്കാനില്ല, നമ്മൾ വെറുതെ വന്ന് പറയും ഞാൻ ഇവന് 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഓക്കെ, നീ ഇപ്പൊ ഇതിനകത്ത് വെച്ച സ്ക്രീൻഷോട്ട് ഒക്കെ നീ ടാലിയാക്കി വെച്ചിട്ടുണ്ട്. അവൻ ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് കൊടുത്തൊക്കെ ടാലിയായിട്ട് വെച്ചിട്ടുണ്ട്. നിനക്ക് നീ പറഞ്ഞത് നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ നീ മെയ് 18-ന് ശേഷം ഈ 40 ലക്ഷം ലാസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞ ആ 40 ലക്ഷം രൂപ നീ കൊടുത്ത കണക്ക് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്ലാരിറ്റി റോബിൻ തരണം. ഇപ്പൊ നീ മറ്റേ എന്റെ ക്ലാരിറ്റി തന്നു, അത് നമുക്ക് മനസ്സിലായി, അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അറിയില്ലേ അതിനകത്ത് ഇനി എന്ത് ഉടായ്പുണ്ടോ എന്ന് ഇനി വേറെ ആരെങ്കിലും വന്ന് പറയട്ടെ, ഉണ്ടോ നോ ഐഡിയ. തൽക്കാലം അതങ്ങ് വിശ്വസിച്ചു. പക്ഷെ ഇതിനകത്ത് ഈ മെയ് 18-ന് ശേഷം 40 ലക്ഷം നീ കാണിച്ചതിന്റെ കണക്ക് കാണിക്കണം. ഇവിടെ ഇപ്പം പറ്റിപ്പോയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഒരുത്തം വന്ന് എൻ്റെ അടുത്ത് 2 ലക്ഷം രൂപ ചോദിക്കുകയാണ്. എൻ്റെ 2 ലക്ഷം രൂപ എടുക്കാനില്ല. ഞാൻ 1 ലക്ഷം രൂപ അവൻ എൻ്റെ അക്കൗണ്ട് ത്രൂ കൊടുത്തു. 1 ലക്ഷം രൂപ എൻ്റെ കൂട്ടുകാരൻ്റെ ഇരിപ്പുണ്ട്, അവനെ കൊണ്ട് കൊടുത്തു. അത് ബൈ ഹാൻഡ് ആണ് കൊടുത്തത്. തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഇവൻ 1 ലക്ഷം രൂപ എനിക്ക് അയച്ചു തരികയാണ്. എന്നിട്ട് ബാക്കി 1 ലക്ഷം രൂപ ആക്ച്വലി 2 ലക്ഷം മേടിച്ച് ബാക്കി 1 ലക്ഷം രൂപ അത് പോയി പണി വെക്കാൻ പറയാം. ഞാൻ എന്ത് ചെയ്യും? അക്കൗണ്ട് എടുത്ത് കാണിക്കുമ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ പോയിട്ടുണ്ട്, അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം വന്നിട്ടുണ്ട്. സംഭവം 2 ടാലി ചെയ്യാം. പക്ഷെ ബൈ ഹാൻഡ് കൊടുത്തതിന് കണക്കില്ല. ഇവൻ തന്നെ ഈ എടുത്തു വെക്കുന്ന വീഡിയോകളിൽ പറയുന്നുണ്ട് ഞാൻ പല രീതിയിലും പൈസ മേടിച്ചിട്ടുണ്ടെന്ന്. ഇവൻ ഈ അക്കൗണ്ടിനകത്തുള്ള സാധനമാണ് കാണിക്കുന്നത്. അപ്പൊ എവിടെ ഈ ബ്ലൂം ചിക്ക് ആയിട്ടിരിക്കുന്നത് അബിൽ ദേവാണ്. അവന് പ്രൂഫ് ഇല്ല. ബൈ ഹാൻഡ് കൊടുത്തതിന് പ്രൂഫ് ഉണ്ടോ? ഇല്ല. തേഞ്ഞിരിക്കുകയാണ് സംഭവം. അതാണ്. അപ്പം ഈ 40 ലക്ഷത്തിന്റെ കണക്ക് മെയ് 18-ഉം 40 ലക്ഷത്തിന്റെയും ആ ഒരു ക്ലാരിഫിക്കേഷൻ റോബിൻ തരുമെന്ന് വിചാരിക്കുന്നു. അതെനിക്ക് അങ്ങോട്ട് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ലടാ. അതുകൊണ്ടാ നിന്റെ കണക്കും പ്രകാരം നീ മെയ് 18-ാം തീയതി തന്നെ 42 ലക്ഷം രൂപ അവന് കൊടുത്തു കഴിഞ്ഞു. 42 ലക്ഷം രൂപ നീ അവന് കൊടുത്തു കഴിഞ്ഞു നിന്റെ കണക്കും പ്രകാരം. അത് കഴിഞ്ഞ് നീ വന്നിട്ട് വീഡിയോക്കകത്ത് പറയുന്നത് 40 ലക്ഷം ഇനി കൊടുക്കാനുണ്ട് എന്ന്. അത് എന്ത് ലോജിക്കാണെന്ന് മനസ്സിലാവുന്നില്ല റോബിനെ. റോബിൻ ഒരു എക്സ്പ്ലനേഷൻ ഇതിന് തന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല. പുതിയ ഉടായ്പകളായിട്ട് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരി. അയ്യോ, ഒരു കാര്യം മറന്നുപോയത്. ഒരു കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് നമ്മുടെ അനന്ത് സുൽജിത്ത്, എന്റെ പേരുള്ള വേർത്തിനുണ്ടല്ലോ, സ്നേഹം പറിക്കട്ടെ എന്നും പറഞ്ഞ് കടന്ന് കരയുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ ഇന്നലെ എന്റെ വീടിന്റെ അടി വന്നിട്ട് കണ്ടേ
ഒരു കമന്റ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഒരു 179 രൂപയും ഇവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് സൂപ്പർ ചാറ്റ് ആയിട്ട്. ചായ എന്ത് എന്റെ അവസാനം സ്നേഹം പറിക്കട്ടെ ചായക്കാശായിട്ട് കണ്ടാൽ മതിയെന്ന്. എടാ അനന്തു, എന്റെ പേര് ഇവനെ വിളിക്കാൻ എനിക്ക് പുച്ഛം തോന്നുന്നു. എടാ സുൽജിത്തെ അങ്ങനെ വിളിക്കാം, അല്ലെങ്കിൽ വേണ്ട. എടാ സ്നേഹം പറിക്കട്ടെ, നീ എത്ര പേരുടെ കയ്യിൽ നിന്ന് 500 ഉണ്ടോ 1000 ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മെഴുകുന്ന വോയിസ് എത്ര എണ്ണം വടാ കറങ്ങി നടക്കുന്നത്. നീ ആദ്യം ഈ 179 രൂപയുടെ കൂടെ ബാക്കി പൈസ കൊണ്ട് കൊടുക്കാനുള്ള കടം നീ കൊടുത്ത് തീർക്ക്, എന്നിട്ട് നീ എനിക്ക് ചായ ഉണ്ടാക്കാൻ വാ. 179 രൂപ ഇട്ടിട്ട് ചായ കുച്ചോന്ന്. ദൈവാധീനം കൊണ്ട് ഞാൻ ഇന്നേ വരെ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് 1 രൂപ കടം മേടിക്കേണ്ട ഒരു അവസ്ഥ ദൈവം സഹായിച്ച് വന്നിട്ടില്ല. അതിനി വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് മേടിച്ച ചരിത്രം എനിക്കില്ല. അത് പൈസ ഉള്ളപ്പോഴും പൈസ ഇല്ലാത്തപ്പോഴും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ മേടിച്ചിട്ടില്ല. അല്ലാതെ നിന്റെ കൂട്ട് ഇന്നലെ കണ്ടവന്റെ അടുത്ത് പോയിട്ട് 500 ഉണ്ടാ എന്നും പറഞ്ഞ് തൊലിച്ചിട്ട് വന്നേക്കല്ലേ. അതുകൊണ്ട് നീ എനിക്ക് ഈ ചായ കുടിക്കാൻ തന്ന പൈസ അത് ഞാൻ തിരിച്ചു തരാൻ പോകുന്നില്ല. അത് നിന്റെ അക്കൗണ്ടിൽ നിന്ന് നീ പോയെന്ന് കൂട്ടിയാൽ മതി. എന്തെങ്കിലും കാണുവാണെങ്കിൽ നിനക്ക് ഞാനൊരു ബിരിയാണി മേടിച്ചു തന്നേക്കാം. ഓക്കെ, ഇതിന് പകരമായിട്ട് ഈ ഒരു 179 രൂപ ഇട്ടിട്ട് നീ അവർക്ക് കൊണ്ടുപോയിട്ട് ഇത് സ്വനത്താൻ നിൽക്ക്. എനിക്ക് നിന്റെ സ്നേഹം പറിക്കട്ടെ വേണ്ട. ഓക്കെ, അപ്പൊ അവൻ സ്നേഹം പറിക്കാൻ വന്നേക്കും. അതിന്റെ ഇടയിൽ കൂടെ 179 കുണുവായിട്ടിട്ട് സ്നേഹം പറിക്കാൻ. ഇവൻ നമ്മുടെ റോബിനെ പറ്റി ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതുകൂടെ കണ്ട് 2 ഡയലോഗ് പറഞ്ഞിട്ട് പോവാം. മീറ്റ് റോബിൻ രാധാകൃഷ്ണൻ. മീറ്റ് ഇല്ലെങ്കിൽ ഒരു പരിപാടിയും നടക്കത്തില്ലല്ലോ. നീ എന്താ മീറ്റിന്റെ ഹോൾസെയിൽ ഡീലറാ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അബിൽദേവും ലക്ഷ്മിയും ഞാനും കൂടെ പ്രസ് മീറ്റ് ഒക്കെ നടത്തി. നീ അവിടെ സൈഡിൽ വന്നിരുന്നതല്ലാതെ നീ അതിനകത്ത് എന്തുവാ പണഞ്ഞേ? വെറുതെ സൈഡിൽ വന്നിരുന്ന് വിയർക്കാൻ വേണ്ടിയിട്ട് നീ അവിടെ പോയിരുന്നല്ലാതെ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, നീ എന്തിനാ അവിടെ പോയിരിക്കുന്നേ? നീ ഞങ്ങളും എല്ലാരും കൂടെ ഒക്കെ അയ്യോ. നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് റോബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് BJPന്റെ സപ്പോർട്ട് കൊടുത്തിരുന്ന കുറച്ച് കഥകളാണ്. സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്തിരുന്ന അല്ലെങ്കിൽ ആ ജാതി സ്പിരിറ്റ് ഭയങ്കര കൂടുതലാണ്, മനസ്സിലായില്ല. അത് മാത്രമല്ല ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നതിലും കുറച്ച് എന്തുണ്ട്. പുള്ളിയുടെ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടാണ് പുള്ളിക്കാരൻ ആ ഒരു സംഭവം ചെയ്യുന്നത്. റോബിൻ ഇത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ, ഒരാൾക്കെതിരെ ഒരു അലിഗേഷൻ കൊണ്ടുവരുമ്പോ നീ മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കയറ്റി അത് ഒറിജിനൽ ആണോ അത് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനല്ല വോയിസ് പുറത്തുവിടണ്ടേ. അത് ഫുൾ സാധനം പുറത്തുവിട്ട് നീ അത് കാര്യം പറ. അല്ലാതെ തുണ്ട് പീസ് 10 സെക്കൻഡ് 20 സെക്കൻഡ് ഇതല്ല. നീ 3 മിനിറ്റ് ഒതുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെങ്കിൽ ഒരുത്തിന്റെ മുകളിൽ ഒരു അലിഗേഷൻ കൊണ്ടിടുമ്പോ അത് വ്യക്തമായിട്ട് ആ വോയിസ് കേൾക്കുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കോണ ഇല്ലാതെ ഉണ്ടാക്കണം. ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എനിക്ക് സിറ്റുവേഷൻ അറിയാം, പിന്നെ എന്റെ അവസ്ഥാനോട് ചോദിക്കാൻ അറിയാമല്ലോ. ഞാൻ ഇന്നത്തേക്ക് ഒന്ന് അറിയാൻ ശ്രമിച്ചത്. അപ്പൊ ഒരു ഫ്രൈഡേ ആവുമ്പോൾ കിട്ടത്തുള്ളൂ. ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിലേ. ചക്കരല്ലേ, പ്ലീസ് ചക്കക്കുട്ടല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. എടാ, നിനക്ക് ഈ വോയിസ് എടുത്ത് വെക്കാൻ എന്ത് യോഗ്യതയുള്ള? എടാ, ഉറിയിലാടുന്നവന്റെ അരിയിലാടുന്നവനല്ലോടാ നീ ഈ റോബിന്റെ അടുത്ത് ഒരു 10,000 രൂപ എടുക്കാനുണ്ടോ എന്ന് പോയി ചോദിച്ചവനാ. സിറ്റുവേഷൻ എനിക്കറിയാം, ഒരു 10,000 രൂപ റോബിൻ ബ്രോ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചവനല്ലോടാ നീ. അവന്റെ കോണാത്തിലിട്ട് ആടിയിട്ട് യവൻ വന്നിട്ട് അവൻ പൈസ ചോദിക്കുന്ന വോയിസ് എടുത്ത് പുറത്തുവിട്ടേക്കും. നീ ആള് കൊള്ളാലോ. ചെന്നത് റോബിൻ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന GG ഹോസ്പിറ്റൽ. റോബിൻ പണ്ട് വർക്ക് ചെയ്തിട്ടുള്ള GG ഹോസ്പിറ്റലിൽ പോയിട്ടാണ് എന്തോ തുരന്നിക്കൊണ്ട് വന്നിട്ടുണ്ട്. എടാ, നിന്റെ പണ്ടത്തെ കഥകൾ എടുത്ത് പറയുമ്പോ നിനക്ക് അത് പണ്ടത്തെ കഥയില്ലയോ, പുതിയ കഥ വല്ലതും പണയാനുണ്ടോ എന്നുള്ള ഒരു ഡയലോഗ് മാത്രം. ബാക്കിയുള്ളവന്മാരുടെ പണ്ടത്തെ കഥയ്ക്ക് ഭയങ്കര മാർക്കറ്റ് വാല്യൂ. അതെന്താണ് സുൽജിത്ത്? എനിക്ക് മനസ്സിലാവുന്നില്ലടാ. നീ പണ്ട് കിടന്ന സ്നേഹം പറിക്കാതെ ഇപ്പോഴത്തെ സ്നേഹം പറിക്ക്. നിന്റെ പഴയ സ്നേഹം പറിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പറിക്കാനേ നേരം കാണത്തുള്ളൂ. കൂടുതലൊന്നും എനിക്ക് നിന്നെ പറ്റി പറയില്ല. മീറ്റ് മിസ്റ്റർ ഡ്രേക്ക് എന്നും പറഞ്ഞാലും വരാതിരിക്കട്ടെ. അപ്പൊ ശരിയെങ്കിൽ ബൈ.